ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തുടക്കത്തിലൊരു ഫ്ലാറ്റായിട്ട് വ്യാപാരം ആരംഭിച്ചതിന് ശേഷം പിന്നീട് ഒരു മുന്നേറ്റം പ്രകടമാക്കി. അതിനുശേഷം വീണ്ടും ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണിച്ചു. അതിനുശേഷം അവസാന നിമിഷങ്ങളിൽ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കയറി വന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് വലിയൊരു പിന്തുണ നൽകിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ നോക്കുമ്പോൾ 21,137 എന്നൊരു ഇൻട്രാഡേ ലോ ആണ് ഇന്നലെ നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് 21,200 കൈവിടുന്ന ഒരു സ്ഥിതിവിശേഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ 215 പോയിന്റിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. 21,453 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു യാത്ര? ഒപ്പം തന്നെ നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ഇന്ന് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നിഫ്റ്റി 50യുടെ കേസ് എടുക്കുമ്പോഴേക്കും നിഫ്റ്റി 50യുടെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് മെഞ്ഞാന്ന് നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ കനത്ത സെല്ലിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്. അതിനെ തുടർന്ന് നിഫ്റ്റിയുടെ മൊമെന്റത്തിൽ വലിയൊരു മാറ്റം ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയിലെ ഒരു കറക്ഷൻ വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലത്തെ ഒരു റിക്കവറി ഐ എം ഓൺലി കൺസിഡറിങ് ഇറ്റ് ആസ് എ ഷോർട്ട് കവറിങ്. സോ അതൊരു ബൈയിങ് അവസരമായിട്ട് ഞാൻ കരുതുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റി 50യുടെ ഹെവി വെയ്റ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 21,100 പോയിന്റ് ആയിരിക്കണം. 21,100 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ്, നല്ലൊരു സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 21,800 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസിന്റെ മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുന്ന സമയത്തും 67 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 45,082.4 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ബാങ്കിലും വളരെയധികം ഒരു വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിലുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം 45,485 എന്നൊരു ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷങ്ങളിൽ അത്ര തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് വീണ്ടും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമ്മൾ ഇന്നലെ കണ്ടത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ഈ ഒരു ബെയറിഷ്നെസ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ 46,800 പോയിന്റിന്റെ മുകളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം. അത് എളുപ്പത്തിന് ക്ലോസ് ചെയ്യാൻ സാധ്യമല്ല. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ വിത്ത് ദ നിഫ്റ്റി ബാങ്ക്. ആൻഡ് നമ്മുടെ കൈവശം പർട്ടിക്കുലർലി ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. നമ്മൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ വാച്ച് ചെയ്യേണ്ടത് 44,300 പോയിന്റ് ആയിരിക്കണം. ആൻഡ് ദ റെസിസ്റ്റൻസ് 46,800 പോയിന്റ്. ഒപ്പം കഴിഞ്ഞ ദിവസം ധാരാളം മേജർ കമ്പനികളൊക്കെ തന്നെ അവരുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് കുറച്ച് കമ്പനികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നു. പ്രധാനമായിട്ടും ടെക് മഹീന്ദ്ര അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 3% അടുത്ത ഒരു നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക് മഹീന്ദ്രയെ സംബന്ധിച്ച് ഡിസംബർ ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റിൽ 60% ഒരു ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 510 കോടി രൂപയായിട്ട് കമ്പനിയുടെ അറ്റാദായം കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വരുമാനം നോക്കുക, സീക്വൻഷ്യൽ ബേസിസിൽ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 3% വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും കൺസോളിഡേറ്റഡ് റവന്യൂ പരിശോധിക്കുന്ന സമയത്ത് 5% ഇടിവ് രേഖപ്പെടുത്തി 13,101 കോടി രൂപയായിട്ട് ഇത്തവണ വരുമാനം കുറയുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് നോക്കുമ്പോൾ 1.8% ഒരു നേരിയ മാർജിനൽ ഗ്രോത്ത് മാത്രമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റ മാർജിൻ പരിശോധിക്കുന്ന സമയത്തും 5.4% എന്നൊരു റേഞ്ചിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടെക് മഹീന്ദ്രയുടെ ഈ റിസൾട്ടിന് സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒപ്പം തന്നെ ടെക് മഹീന്ദ്രയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? മഹീന്ദ്രയുടെ റിസൾട്ടിലെ സർപ്രൈസ് ഒന്നും തന്നെ കാണുന്നില്ല. ബട്ട് ഫ്രം എ ചാർട്ട് പെർസ്പെക്റ്റീവ് ടെക് മഹീന്ദ്രയുടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ടെക് മഹീന്ദ്രയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 1,423 രൂപയില്ല. സോ 1,423 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1,340 രൂപയായിരിക്കണം. നേരത്തെ നമ്മൾ ഇന്ന് നിഫ്റ്റി 50യും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെയും കുറിച്ച് സംസാരിച്ചിരുന്നു.
സോ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കൂടെ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സ് ആക്ച്വലി മേജർ ഇൻഡെക്സസ് നോക്കുമ്പോഴേക്കും നല്ലൊരു ബുള്ളിഷ്നെസ് കാഴ്ചവെക്കുന്ന ഒരു ഇൻഡെക്സ് ഇസ് ദ നിഫ്റ്റി IT ഇൻഡെക്സ്. സോ ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ട്രേഡിംഗ് പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി IT ഇൻഡെക്സിലായിരിക്കണം ഒത്തിരി ശ്രദ്ധ കൊടുക്കേണ്ടത്. കാര്യം നിഫ്റ്റി IT ഇൻഡെക്സിന്റെ മേജർ സപ്പോർട്ട് 36,000 പോയിന്റിൽ എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സിന് 37,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം TVS മോട്ടോഴ്സ് തങ്ങളുടെ റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് നെറ്റ് പ്രോഫിറ്റിലൊരു വർധനവ് 68% വർധനവാണ് രേഖപ്പെടുത്തിയിരുന്നത്. വരുമാനം പരിശോധിക്കുമ്പോഴും 8,245 കോടി രൂപയായിട്ട് വരുമാനം രേഖപ്പെടുത്തി. ഏകദേശം 26% ഒരു വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർജിൻ പരിശോധിച്ചാലും 11.2% ഉയർന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ട് മുൻപുള്ള ഒരു ക്വാർട്ടറിൽ 10% രേഖപ്പെടുത്തി. TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു 1% നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരുന്നു. TVS മോട്ടോഴ്സിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ ഈ റിസൾട്ടിനെ സാർ എങ്ങനെ നോക്കി കാണുന്നു? റിസൾട്ടിലും നമുക്ക് കാര്യമായിട്ടൊരു സർപ്രൈസ് ഒന്നും തന്നെ കാണുന്നില്ല. കാര്യം നമുക്കറിയാം കഴിഞ്ഞ ഫെസ്റ്റീവ് സീസണിൽ ഓട്ടോ സെക്ടറിന് മികച്ച സെയിൽസ് ആയിരുന്നു കിട്ടിയത്. സോ ആ ഒരു എക്സ്പെക്ടേഷനിൽ ഓൾറെഡി ഹീറോ മോട്ടോ, ബജാജ് ഓട്ടോ, TVS മോട്ടോർ ഇതൊക്കെ തന്നെ കഴിഞ്ഞ 3 മാസത്തിനിടെ ഒത്തിരി നേട്ടം നമുക്ക് നൽകി കഴിഞ്ഞു. ആൻഡ് കഴിഞ്ഞ ഒരു 10-15 ദിവസങ്ങളായിട്ട് നമുക്ക് TVS മോട്ടോറിന്റെ കേസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. TVS മോട്ടോഴ്സിന്റെ കേസിൽ 1,920 രൂപയായിരിക്കും ഏറ്റവും മുഖ്യമായിട്ടൊരു സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ TVS മോട്ടോറിൽ നമ്മൾ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഷോർട്ട് ടേമിൽ നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ വരും സെഷൻസിൽ TVS മോട്ടോർ 2,060 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബൈയിങ് അവസരം കിട്ടാൻ പോകുന്നുള്ളൂ. സർ സൂചിപ്പിച്ച പോലെ തന്നെ ബജാജ് ഓട്ടോയുടെ കൂടി കാര്യം താങ്കൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ എന്താണ്? കാര്യം കഴിഞ്ഞ ദിവസം ബജാജ് ഓട്ടോയും തങ്ങളുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 37% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നമ്പേഴ്സ് ഒക്കെ തന്നെ റിലീസ് ചെയ്യാൻ ബജാജ് ഓട്ടോയ്ക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. ബജാജ് ഓട്ടോയിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവൽ ഏതാണ്? സോ ബജാജ് ഓട്ടോയുടെ കേസിലും വീക്ക്നെസ് ഒന്നും തന്നെ കാണുന്നില്ല. ബട്ട് ബജാജ് ഓട്ടോയുടെ കേസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ബജാജ് ഓട്ടോയുടെ കേസിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 6,900 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മുടെ കൈവശം ഷോർട്ട് പൊസിഷൻസ് ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യാൻ പോകുന്നത് 7,450 രൂപയിൽ. അപ്പം കനറ ബാങ്കിന്റെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ ഒരു 27% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പരിശോധിച്ചാലും 9% ഒരു മുന്നേറ്റമാണ് ഈ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം അവരുടെ നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 3,656 കോടി രൂപയായിട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ NPA പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 41,722 കോടി രൂപയായിട്ടാണ് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം തൊട്ട് മുൻപുള്ള ക്വാർട്ടറിൽ 43,955 കോടി രൂപയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഗ്രോസ് NPA കുറച്ചു വരാനും കനറ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. കനറ ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു നേരിയ ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 454 രൂപ റേഞ്ചിലായിരുന്നു. സോ കനറ ബാങ്കിലുള്ള സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? പ്രിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഫ്റ്റി ഓവറോൾ ബാങ്കിങ് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അല്പം ലോസ് ഓഫ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഏറ്റവും അധികം വീക്ക്നെസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ബട്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സിന്റെ കേസിൽ നമ്മൾ ഒത്തിരി നേട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞു. സോ ലോ റിസ്ക് ആയിട്ട് നമുക്ക് ഒരു ബൈയിങ് അവസരവും ഒരു PSU ബാങ്കിൽ പോലും കാണാൻ സാധിക്കുന്നില്ല. കാനറ ബാങ്കിന്റെ സ്പെസിഫിക് കേസിൽ 435 രൂപയായിരിക്കും നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ യു ഹാവ് ടു ക്ലോസ് യുവർ ലോങ് പൊസിഷൻ ഇമീഡിയറ്റ്ലി. മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 485 രൂപയിൽ.
അപ്പം ഭാരത് ഡൈനാമിക്സിനെ കുറിച്ചും കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരത് ഡൈനാമിക്സിന്റെ ഒരു കേസ് പരിശോധിച്ചാൽ 61% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 135 കോടി രൂപയായിട്ട് അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. വരുമാനവും 30% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. എബിഡ 32% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തി. മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാർജിനൽ ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 19.8% ഇത്തവണ അവരുടെ മാർജിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാരത് ഡൈനാമിക്സ് കഴിഞ്ഞ ദിവസം 2% ഒരു മുന്നേറ്റം പ്രകടമാക്കിയിരുന്നു. ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ച് സാറിന്റെ റിവ്യൂ എന്താണ്? BDLന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. ബട്ട് കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് വഴിമാറിയിട്ടുണ്ട്. 1630 രൂപ ഇസ് ദി സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റൻസ് ഇതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ 1840 രൂപയിലാണ് കാണുന്നത്. നമുക്കൊരു ഷോർട്ട് ടേമിൽ ഒരു ട്രേഡിംഗ് അവസരം ലഭിക്കണമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 1770 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഉജ്ജീവൻ സ്മാൾ ഫിനാൻസിലേക്ക് നോക്കുമ്പോഴും അവരുടെ നമ്പേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ ഒരു 3% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. NII പരിശോധിക്കുകയാണെങ്കിലും 23% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്രോസ് NPA 2.18% കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നെറ്റ് NPA പരിശോധിക്കുമ്പോൾ 0.17% ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഹരിയിലെ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ 4% ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. റീസെന്റ് ആയിരുന്നു ഉജ്ജീവൻ നമുക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഉജ്ജീവനിലുള്ള സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള റിവ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഉജ്ജീവന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി വഴിമാറിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഒരു ലോ റിസ്ക് അവസരം ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടൊരു സപ്പോർട്ട് കാണുന്നത് 48 രൂപയിലാണ്. ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ രോഹിത് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ IPOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നോവ അഗ്രിടെക് IPOയിലുള്ള സാറിൻ്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. പൊതുവേ നമ്മൾ IPOകൾ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല, എങ്കിൽ പോലും സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? IPOs പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി എത്ര മികച്ച കമ്പനി ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഒക്കെ തന്നെ ഈ IPOകളെ ഓവർ വാല്യുവേഷൻ നടത്തുന്നതായിട്ട് കഴിഞ്ഞ 4 വർഷത്തെ അനുഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ അടുത്ത കാലത്ത് വന്ന ഒത്തിരി IPOs നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഫോർ എക്സാമ്പിൾ കേരള ബേസ്ഡ് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്, ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ തന്നെ മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസ്, ടാറ്റ ടെക്നോളജി, ഗാന്ധാർ ഓയിൽ റിഫൈനറി. ഈ സ്റ്റോക്കുകളൊക്കെ ലിസ്റ്റിങ്ങിന് ശേഷം വലിയ കനത്ത ഇടിവ നേരിട്ടിരിക്കുന്നത്. സോ ലെറ്റ് us ടോട്ടലി അവോയ്ഡ് IPOs. അത് ലിസ്റ്റ് ചെയ്യപ്പെടട്ടെ, ആ സ്റ്റോക്സ് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഒപ്പം നിജി എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഏഷ്യൻ പെയിൻസിലുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം ഒരു ഇടിവോട് കൂടിയിട്ട് തന്നെയായിരുന്നു ഏഷ്യൻ പെയിൻസ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ പെയിൻസിലുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഏഷ്യൻ പെയിൻസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി വഴിമാറിയിരിക്കുന്നു. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ക്ലോസ് ചെയ്യുക, ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നൗ ഏഷ്യൻ പെയിൻസിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ട് ആക്സോ നൊബേൽ, അതുപോലെ തന്നെ ബർജർ പെയിൻസ്, കൻസായി നെറോലാക് ആൻഡ് ഇൻഡിഗോ പെയിൻസ്, ഇതിലൊക്കെ തന്നെ എനിക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പ്രിയ ഓർക്കുന്നുണ്ടാകും, ഞാൻ സൂചിപ്പിച്ചത് ക്രൂഡ് ഓയിലിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ പെയിന്റിംഗ് സെക്ടർ സ്റ്റോക്സിൽ നമുക്ക് വീക്ക്നെസ് എക്സ്പെക്ട് ചെയ്യാം. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ലൈക്ക് ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ നമുക്ക് സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ OMC കമ്പനീസും ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ആൻഡ് മൂന്നാമത്തെ ഒരു സെക്ടർ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇസ് ടയർ ഇൻഡസ്ട്രി. സോ ഈ 3 സെക്ടേഴ്സ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ സെല്ലിംഗ് പ്രഷർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സാർ ടയർ ഇൻഡസ്ട്രിയെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അപ്പോളോ ടയേഴ്സ് ഉള്ള സാറിന്റെ വ്യൂ തന്നെയാണ്. സ്പെസിഫിക് ആയി ചോദിക്കുകയാണ്. 3% വർധനമാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. 526 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്.
ടയർസിന്റെ നിലവിലുള്ള ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 550 രൂപയിലായിരിക്കും. ബട്ട് എങ്കിലും ഞാനിപ്പോൾ ഈ ക്രൂഡ് ഓയിലിന്റെ കേസ് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 495 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന മസഗോൺ ഡോക്കിലുള്ള ഒരു സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 2% മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. 2326 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ മെസഗോൺ ഡോക്ക് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് അതൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് വഴിമാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് ഇസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. സ്റ്റോക്കിന് വളരെ മികച്ചൊരു സപ്പോർട്ട് 2100 രൂപയിൽ കാണുന്നുണ്ട്. ബട്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ലോങ് പൊസിഷൻസ് ഒക്കെ തന്നെ ക്ലോസ് ചെയ്യണം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 2530 രൂപയില. ഓൺലി 2530 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ഷാജഹാൻ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഏഞ്ചൽ വണ്ണിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 7.76% ഒരു നഷ്ടത്തിൽ 2950 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഞ്ചൽ വണ്ണിനെ കുറിച്ച് അഗെയിൻ നമ്മൾ ഒത്തിരി ദിവസങ്ങൾക്ക് മുൻപ് ഇതിന്റെ ഒരു വ്യൂ നൽകിയിരുന്നു. റിസൾട്ട് വന്ന സമയത്ത് സ്റ്റോക്ക് അതിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽസിലായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ബട്ട് ഈ സ്റ്റോക്കിന്റെ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒരു കറക്ഷനും കണ്ടിട്ടില്ലായിരുന്നു. അതിനെ തുടർന്ന് തന്നെ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് സമയം അതിക്രമിച്ചിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് വി ആർ സീയിങ്. സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് കാണുന്നത് 2900 രൂപയില. ഇന്നലെ ആ ഒരു സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു ഷോർട്ട് കവറിംഗ് മൂലം സ്റ്റോക്കിൽ ഒരു റിക്കവറി നടക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആ ഒരു അവസരം ഉപയോഗിച്ചിട്ട് ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുക. സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ വാല്യൂഡ് ആൻഡ് സ്റ്റോക്കിൽ 2900 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം മറ്റൊരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ്. 13% മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു. പ്രേക്ഷകരുടെ ക്വരീസിൽ ഒരുപാട് ബാങ്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചോദിച്ചിട്ടുണ്ട്, IDFC ഫസ്റ്റ് ബാങ്ക് ചോദിച്ചിട്ടുണ്ട്, ഫെഡറൽ ബാങ്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സർ, ഈ ഒരു ബാങ്കുകളുടെ ഒരു വ്യൂ ഒന്ന് ഷെയർ ചെയ്യാമോ? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലുള്ള വീക്ക്നെസ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഇന്നലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നമുക്കൊരു മികച്ചൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സ്റ്റോക്ക് ഇന്നലെ ഈ സ്റ്റോക്കിന്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. ബട്ട് എങ്കിലും ഷോർട്ട് ടേമിൽ ഒരുപക്ഷെ നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുക. സ്റ്റോക്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൈവശം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി ഫെഡറൽ ബാങ്കിൽ അതേ ഒരു വ്യൂ നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല. ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ദ പ്രോബ്ലം ഇസ് 139 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. നമ്മൾ ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ വാച്ച് ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വി മേ ഗെറ്റ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസ് നോക്കുമ്പോഴേക്കും അഗെയിൻ വളരെ നല്ലൊരു വ്യൂ നൽകാൻ സാധിക്കുന്നില്ല. അറൌണ്ട് 80 റുപ്പീസ് സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടുണ്ട്. ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി ആ സപ്പോർട്ടിന്റെ താഴെയായിരുന്നു ക്ലോസിംഗ് നടന്നത്. ആൻഡ് ഐ തിങ്ക് സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു അല്പം സെല്ലിംഗ് എക്സ്പെക്ട് ചെയ്യാം. സോ പൂർണ്ണമായിട്ട് ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക, ഫ്രഷ് ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്ക് ഇന്ന് 79 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുക. ഒപ്പം ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് അതുൽ ഓട്ടോയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.49% നേട്ടത്തിൽ 555 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഓട്ടോ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം വീക്കായിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ കേസിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് കാണുന്നത് 538, 538. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുക. സ്റ്റോക്കിൽ നമുക്ക് തിരിച്ചൊരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
ഒപ്പം അമീർ എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IREDAയിലുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്സിന് എഗൻസ്റ്റ് ആയിട്ട് ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇന്നലെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസിംഗ് അവസാനിച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ യുവർ ലോങ് പൊസിഷൻ, ബട്ട് ഫ്രഷ് ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. ഒപ്പം വിൻസെന്റ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് HFCLലുള്ള സാറിൻ്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 13% ഒരു മുന്നേറ്റം ഈ ഒരു ഓഹരി പ്രകടമാക്കിയിരുന്നു. 106 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. HFCLന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു ഒരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് കാണാൻ സാധിച്ചത്. 70 രൂപയിലായിരുന്നു ആ ബ്രേക്ക്ഔട്ട് നടന്നത്. അതിനുശേഷം കാര്യമായിട്ടൊരു കറക്ഷൻ ഒന്നും നടക്കാതെ സ്റ്റോക്ക് മുന്നേറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ഇസ് വെരി വെരി ബുള്ളിഷ്. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം, ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഒപ്പം ഷാജി എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആക്സിറ്റ കോട്ടൺ ലിമിറ്റഡിലുള്ള സാറിൻ്റെ വ്യൂ ആണ്. ഇങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം 4% ഒരു മുന്നേറ്റത്തിൽ 27 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. പ്രിയ, എനിക്ക് ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. ഇത് നമുക്ക് അടുത്ത സെഷനിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ധാരാളം പ്രേക്ഷകർ ധാരാളം ക്വറീസ് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ക്വറീസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തി നമ്മൾ വീണ്ടും ഒരു ഡിസ്കഷൻ വെക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. നിങ്ങളുടെ ക്വറീസ് ഒക്കെ തന്നെ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റാത്ത കുറച്ച് ക്വറീസ് ഒക്കെ തന്നെ നമ്മൾ വീണ്ടും പ്രദീപ് സാർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഡിസ്കഷനിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ വീഡിയോസ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നതിനായി www.myfinpoint.com എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ ഡിസ്കഷൻ്റെ വീഡിയോസ് പിന്നീട് തുടർന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുശേഷം പോയി കാണാവുന്നതാണ്. ഏതായാലും പ്രീ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസുമായിട്ട് ഇപ്പോൾ ട്രെൻഡ് സെറ്റേഴ്സ് ആരംഭിക്കുകയാണ്. നന്ദി, നമസ്കാരം.